Yummy. ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും ജേണി ടു ദ വേൾഡ് ഓഫ് കുക്കിംഗ് ബൈ അനിൽ ചാനലിലോട്ട് ആർദ്രമായ സ്വാഗതം. വെൽക്കം എവരിബഡി. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ളത്. ഞാനിത് പലതിലും പറയാറുണ്ട്, പക്ഷേ ഇതുവരെ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം അതുപോലത്തെയാണ്, ക്വിക്ക് ആൻഡ് ഈസിയാണ്. ഇതൊരു 7 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടത് ഇറച്ചിയും ചോറും നേരത്തെ തന്നെ വേവിച്ച് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും റെഡിലി അവൈലബിൾ ആണെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് ബിരിയാണി റെഡിയാക്കാം. ഇതിന് വേണ്ട ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇറച്ചി, ചോറ് ഇത് രണ്ടും വേണം. എണ്ണ, നെയ്യ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മസാലകൾ, ഗരം മസാല, അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിയില, തൈര്, ഫ്രൈഡ് ഓണിയൻ. പിന്നെ ഇതിൻ്റെ എസൻസ് എന്ന് പറഞ്ഞാൽ മിൻറ്റ് എസൻസ്. മിൻറ്റ് ലീഫ് കിട്ടിയില്ലെങ്കിൽ മിൻറ്റ് എസൻസ് ഉപയോഗിക്കാം. പിന്നെ റോസ് വാട്ടറും കേവറ എസൻസും, അതായത് സ്ക്രൂ പൈനിൻ്റെ എസൻസും. ഇത്രയാണ് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഈ 7 മിനിറ്റ് കൊണ്ടുള്ള ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ ഇതിലോട്ട് വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഇൻഗ്രീഡിയൻസ് ഇത് ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞപ്പോഴത്തേക്കും മറന്നുപോയി. എണ്ണ ഒഴിക്കണം. എണ്ണയിലേക്ക് തന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് ഇനിയും വരുന്നുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഫ്ലേവറുള്ള ബിരിയാണിയാണ്. പക്ഷേ നെയ്യ് കഴിച്ചാൽ വണ്ണം കൂടും, തടി കൂടും, കൊളസ്ട്രോൾ വരും എന്നൊക്കെ പറഞ്ഞിരുന്നാൽ കാര്യം നടക്കില്ല. ടേസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഹൈ ഹീറ്റിലാണ് ഇട്ടിരിക്കണേ. ഇപ്പോൾ നമ്മളൊന്ന് കുറച്ച് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇറച്ചി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ ചൂട് കൊണ്ടാകുമെന്ന്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഇറച്ചിയിട്ട് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നെയ്യും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ അത്രയും സമയം ഇത് ചൂടായി കിടക്കുന്നുണ്ട്. ഇറച്ചി നല്ലോണം ചൂടാകും. ഇതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള മസാല, ഇതിന് പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ്, ബാക്കിയുള്ള മസാലകൾ എല്ലാം കൂടെ ഇട്ടു ഒന്ന് റോസ്റ്റ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ തൈര് ആഡ് ചെയ്യും. അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഫ്രൈഡ് ഓണിയൻ, കുറച്ച് മല്ലിയില, ഇത്രയും കൂടെ ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്, എൻ്റെ നിറം കണ്ടോ? ഇതിനകത്ത് നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നാച്ചുറൽ കളറാണ് ബിരിയാണിയുടെ, ഈ മസാലയുടെ കളറ് ആണ് വരുന്നത്. ഇതിലേക്ക് നമ്മൾ എസൻസ് ഒഴിക്കുകയാണ്. തീ കുറച്ച് വെച്ചു. ഞാനിത് ഒരു ക്യാപ്ഫുൾ, അതായത് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും. അത് മിൻറ്റ് എസൻസ്, കേവറ അതിൻ്റെ ക്യാപ്പിൽ ഏകദേശം ഒരു ടീസ്പൂൺ. ഇത് നമ്മൾ ഇനിയും ഒഴിക്കുന്നുണ്ട് റൈസ് ഇടുമ്പം. അപ്പോൾ ഒരുപാട് കൂടരുത്. ഇവിടെ റോസ് വാട്ടർ ഏകദേശം 1 ടീസ്പൂൺ ഒഴിക്കുക. എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ ഉപ്പ് ചെക്ക് ചെയ്യാന്ന്. ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് കാണിക്കുന്നില്ല. അടിപൊളി കേട്ടോ.
എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ ഏതാണ്ടോ താഴെ വന്നു. ഓഫ് ചെയ്തു. ചോറ് ഇടുകയാണ്. ഇത്രയും മീറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചോറിടാം. ഇറച്ചി ഏകദേശം 250-300 ഗ്രാം ഉണ്ടായിരുന്നു. റൈസ് 1 കപ്പിൻ്റെ റൈസായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നു. പോകാൻ ഇത്തിരി മടിയാണല്ലോ നെയ്യിന്. നേരത്തെ പറഞ്ഞുകൊണ്ടാണോ ഫാറ്റാണെന്ന് ദേഷ്യപ്പെട്ട് തോന്നും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ എസൻസ്, അതായത് നേരത്തെ ഒഴിച്ചിൻ്റെ പകുതി, ഒരു 1/2 ടീസ്പൂൺ എസൻസ് എല്ലാം കൂടെ ഒന്ന് ഒഴിക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ചത് മീറ്റും സോസിലാണ് പിടിച്ചിരിക്കുന്നത്. ഇതിപ്പം റൈസിൽ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ റൈസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഈ എസൻസും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. എന്നുവെച്ചാൽ റൈസ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഊറ്റിക്കളയുന്നില്ല, വെള്ളം വറ്റിക്കുകയാണ്. അപ്പം നമ്മൾ ഇടുന്ന ഫ്ലേവറെല്ലാം റൈസിൽ പിടിക്കും. ഞാൻ റൈസ് കുക്ക് ചെയ്തപ്പോഴത്തേക്കും ഏലക്ക, ബേ ലീഫ്, പട്ട ഇത്രേ ആഡ് ചെയ്തുള്ളൂ. ഈ എസൻസും ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂന്നു. ഇത് ഫ്രഷ് ആയതുകൊണ്ട് ഫ്ലേവർ കൂടും. പിന്നെ എരിവും കുറച്ചുകൂടെ പിക്കപ്പ് ചെയ്യും. പിന്നെ കുറച്ച് ഗരം മസാല. അതിൻ്റെ പുറമെ വീണ്ടും ഫ്രൈഡ് ഓനിയൻ, മല്ലിയില. ബിരിയാണി റെഡി. ഇനിയിപ്പം കുറച്ചുകൂടെ ഫ്ലേവർ കൂട്ടാനായിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് വരെ അടച്ചു വയ്ക്കാം. ഏകദേശം 2 മിനിറ്റായി. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ല മസാലക്ക് നല്ലോണം പിടിച്ച് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്നും അത് കിട്ടാനുള്ള ഭാഗ്യമില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഇതിനകത്തൊന്നും കിട്ടാൻ പാടില്ല. ലുക്ക് അറ്റ് ദാറ്റ്. ഇത് ഞാൻ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി അതും കാണിച്ചു തരാം. അല്ലേ, നല്ലതല്ലേ? ഓക്കെ, മീറ്റും കൂടെ എടുക്കുകയാണെങ്കിൽ ഇതാ. ഓക്കെ, സെർവിങ്ങിലായി. ബിരിയാണി ഗാർണിഷ്ഡ് ചെയ്തിരിക്കുന്നു. കൊറിയൻഡർ ലീഫും ഫ്രൈഡ് അനിയനും ഉണ്ട്. അതിൻ്റെ കൂടെ റൈത്ത ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ചില എസൻസ് മാത്രം കടയിൽ നിന്ന് മേടിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് കഴിച്ചിട്ട് കമൻ്റ് ഇടുക. എന്നിട്ട് പറയാം നല്ലതായിരുന്നോ, ഓക്കെ ആയിരുന്നോ എന്നുള്ളത്. വല്ലതും ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻ്റ് ഇടുക. വേറെ ഏതെങ്കിലും ഫുഡ് ഐറ്റത്തിൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലിടുക. ഐ വിൽ ട്രൈ. ഞാൻ ട്രൈ ചെയ്യാം ഇത് ഉണ്ടാക്കി വീഡിയോ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ കേരള തന്നെ വേണമെന്നില്ല, ഇന്ത്യൻ തന്നെ വേണമെന്നില്ല, ഏത് വീഡിയോ വേണമെങ്കിലും ചോദിക്കാം. മിക്കതും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രൈ ചെയ്യാം, വീഡിയോ ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. വീണ്ടും വേറെ വീഡിയോസ് വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.